നമസ്കാരം. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഫാസ് വഞ്ഞാറമൂടാണ്. നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അടിപൊളി ഒരു വീടാണ്. നമ്മുടെ ഈ ഒരു വീട് വരുന്നത് നമ്മുടെ ശ്രീകാര്യത്ത് നിന്നും ചെമ്പഴന്തിയിലേക്ക് പോകുന്ന റൂട്ടിലായിട്ടാണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത്. അതായത് നമുക്ക് ചെമ്പഴന്തിയിൽ നിന്ന് നടന്ന് എത്താൻ കഴിയത്തക്ക ദൂരത്തിലുള്ള ഒരു ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് ചെമ്പഴന്തിയിൽ നിന്ന് ഒരു 400 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു ഹൗസിലേക്ക്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ചെമ്പഴന്തി കോളേജ്, തൊട്ടടുത്തായിട്ട് തന്നെ ബസ് സ്റ്റോപ്പ് എല്ലാം അടുത്തായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വീട് എന്ന് പറയുന്നത് 1300 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 3.25 സെൻറ്റിലാണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത്. നമുക്ക് ഈ ഒരു ഹൗസ് നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു അടിപൊളി ഒരു ഹൗസാണ്. അതായത് നമുക്ക് ചെമ്പഴന്തിയിൽ നിന്ന് 400 മീറ്റർ മാത്രമേ നമ്മുടെ ഈ ഒരു ഹൗസിലേക്ക് വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കോളേജുകളിൽ, അതുപോലെ തന്നെ നമുക്ക് ചെമ്പഴന്തി സ്കൂൾ എന്നിവിടങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഹൗസ് കൂടിയാണ് ഞാൻ നിൽക്കുന്ന ഈ ഒരു ഹൗസ്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഫൈനൽ ടച്ചപ്മെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും, ഫ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പണിയും അതുപോലെ തന്നെ ഒരു ഗേറ്റ്, മതിൽ, ഇതിൻ്റെ ഒരു പണിയും കൂടെ മാത്രമേ നമുക്ക് ഫൈനലായിട്ട് വരുന്നുള്ളൂ. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു വാട്ടർ അക്സസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കോർപ്പറേഷൻ പൈപ്പിൻ്റെ കണക്ഷനാണ് പ്രധാനമായിട്ടും വരുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഒതുങ്ങിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്, ഒരു ചെറിയ ഒരു സിറ്റ് ഔട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നു. അതുപോലെ ഇവിടെ നമുക്കൊരു ഡോർ ഭാഗത്തേക്ക് വരുമ്പോൾ പ്ലാവിൽ തീർത്തിട്ടുള്ള ഒരു വുഡാണ് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു ഡോറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് വീടിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു വീട് വരുന്നത് 1300 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീട്ടിൽ ഒരു സിറ്റ് ഔട്ട്, ഒരു ഹാള്, ഒരു ഓപ്പൺ കിച്ചൺ, അതുപോലെ തന്നെ 3 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ഹാളിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ഒരു ഒതുങ്ങിയിട്ടുള്ള ഒരു നല്ല ഡിസൈനിലുള്ള ഒരു ഹാളാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടുത്തെ ഫ്ലോർ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 വെർട്ടിഫൈഡ് ടൈൽസാണ്. നമുക്ക് ഈ ഒരു റൂമിനോട് ചേർന്ന് നമുക്ക് ഒരു ചെറിയൊരു TV യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോൾ സീലിംഗ്, നല്ല ഒരു ലൈറ്റും ഡിസൈനും കാര്യത്തിലൊക്കെയാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് നല്ല ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വി ഗാർഡിൻ്റെ സ്വിച്ച് ബോർഡാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹാളിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിത് ഈ ഭാഗത്തായിട്ട് നല്ല ഒരു വാഷ് സ്പേസ്, സെറയുടെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വാഷ് സ്പേസ് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിനോട് ചേർന്ന് തന്നെ നല്ലൊരു ലൈറ്റിങ്ങോട് കൂടിയിട്ടുള്ള ഒരു മിററും കാണാനായിട്ട് കഴിയുന്നു. നമുക്ക് ഈ ഒരു വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഹാളിൽ നിന്ന് കയറുമ്പോൾ തന്നെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു കിച്ചൺ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് വരുന്നു. അതുപോലെ മുകൾ ഭാഗത്തായിട്ട് നല്ല ഗ്ലാസിൽ തീർത്തിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയയാണ് നമുക്കിത് ഈ ഭാഗത്തൊക്കെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു ഡിസൈനാണ്, ഒരു നല്ല ഒരു കളറിലും ഡിസൈനിലായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്.
നമുക്ക് ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഇത്. നമുക്ക് നല്ല ഒരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അലമാര വരുന്നു. നല്ല ഒരു ഡിസൈനിലുള്ള ഒരു കളറും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് റൂമിൽ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ ഈ ഒരു വീടിനോട് ചേർന്ന് നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സെറയുടെ മെറ്റീരിയൽസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ആ ബെഡ്റൂമാണിത്. ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അതായത് നമുക്ക് മുകൾ ഭാഗത്ത് ടോട്ടലി 2 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഈ 2 ബെഡ്റൂം. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഒരു 12x10 ഒരു വലിയ റൂമാണ് ഈ ഭാഗത്ത് വരുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഇത്. നമുക്ക് ഈ റൂമിലും നല്ല ഡിസൈനിലുള്ള കളറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ റൂമിൻ്റെ ഫ്ലോറ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ 4x2 വെർട്ടിഫൈഡ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ റൂമിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അലമാര വരുന്നു. അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു ഡിസൈനിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് കാണാൻ കഴിയുന്നത്. ഇവിടെ നല്ല ഒരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു റൂമിൽ വരുന്നത്. നമുക്ക് ഈ ഒരു റൂമിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു അലമാര വരുന്നു. നമുക്ക് ഈ ഒരു റൂമിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ബേസിക് ആയിട്ടുള്ള അലമാര ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ നല്ല ഒരു സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ ഭാഗത്തായിട്ട് വരുന്നു. നമുക്ക് ഈ ഒരു റൂമിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2x4 വെർട്ടിഫൈഡ് ടൈൽസാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു ഡിസൈനിലുള്ള ഒരു കളറാണ് നമുക്ക് ഈ ഒരു റൂമിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്.
നമ്മുടെ ഈ മുകൾ ഭാഗത്തെ ബാത്റൂമിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ നമ്മുടെ ഈ ഒരു ബാത്റൂമിൻ്റെ സൈഡിലേക്ക് വരുന്നുണ്ട്. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ഒരു ബാൽക്കണി ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് അറേഞ്ച്മെൻറ്റാണ് നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. നമുക്ക് ഈ ഒരു സ്പേസ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കരുതിയാൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഫാമിലിയായിട്ട് ഒരുമിച്ചിരുന്ന് നമുക്ക് ഒരു ടീ ടൈം പങ്കിടാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇപ്പം അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള ഏരിയയൊക്കെ എല്ലാം നല്ല മനോഹരമായിട്ടുള്ള ബ്യൂട്ടിയുള്ള ഏരിയയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വേറെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ എല്ലാം തൊട്ടടുത്തായിട്ട് നടക്കുന്നുണ്ട്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മുകൾ ഭാഗത്തേക്കുള്ള സ്റ്റെയർ കേസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. നമുക്ക് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ബാൽക്കണി സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയ ഒതുങ്ങിയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഒരു ബാൽക്കണിയുടെ സ്പേസ് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ല അത്യാവശ്യം ബ്യൂട്ടിയിലുള്ള കാഴ്ച കാര്യങ്ങളൊക്കെ എല്ലാം കാണാനായിട്ട് കഴിയുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബാൽക്കണി നിൽക്കുന്ന ഒരു ഏരിയ. അതുപോലെ നമ്മുടെ ഈ ഒരു മുകൾ ഭാഗത്തെ റൂമിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ബാൽക്കണിയുടെ ഏരിയ വരുന്നത്. എന്തായാലും നമ്മുടെ ഈ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വസ്തു അല്ലെങ്കിൽ വീട് എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.